പിന്നെ അടുത്ത വർഷത്തെ ക്ലാസ്സിനുള്ള കുട്ടികളുടെ പ്രവേശനം ഇപ്പം തന്നെ ക്ലോസ് ചെയ്യുന്ന പറഞ്ഞു എൻ്റെ അടുത്ത് ചില സ്കൂളുകൾ അതുപോലെ തന്നെ SSLC പരീക്ഷ ഇതൊരിക്കലും ആരംഭിച്ചിട്ടില്ല. SSLC പരീക്ഷ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ 12ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ പൂർത്തീകരിച്ച ഒരു മട്ടിലാണ് പല സ്ഥാപനങ്ങളും പറയുന്നത്. അപ്പോൾ ഇതൊന്നും ഒരു ജനാധിപത്യ രീതിയിൽ നടക്കുന്ന സംവിധാനങ്ങളല്ല. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടൈം ടേബിളും സർക്കുലറും വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഇറക്കുന്നതാണ്. അഡ്മിഷൻ്റെ രീതികളെ സംബന്ധിച്ചിടത്തോളം 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ എന്ന് നടത്താം, 12ാം ക്ലാസ്സിലെ അഡ്മിഷനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സർക്കുലർ ഇറക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് ലംഘിച്ചാൽ അതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കാനും ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു സ്കൂളിൽ നടന്ന സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. പ്രാഥമിക അന്വേഷണത്തിൽ സ്കൂളിലെ ക്ലർക്ക് കുറ്റക്കാരനെന്ന് കണ്ട് അന്വേഷണ റിപ്പോർട്ട് കിട്ടി ഉടനെ തന്നെ സസ്പെൻഡ് ചെയ്ത് വളരെ വിശദമായി തന്നെ അന്വേഷണം നടത്തുന്നതിന്